അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറബി അക്ഷര പരിശീലനം രണ്ടാം ഘട്ടം ക്ലാസ് നമ്പർ 4. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുവന്ദരായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ മഖ്റജ് നമ്പർ 1 മുതൽ 14 വരെയുള്ള അക്ഷരങ്ങളെയാണ് നാം പരിശീലിച്ചത്. ഈ ക്ലാസ്സോടുകൂടി അറബി അക്ഷരങ്ങളുടെ 17 മഖ്റജുകളെ പൂർത്തീകരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതിൽ നാം പരിശീലിക്കുന്നത് മഖ്റജ് നമ്പർ 15, 16, 17 എന്നിവയാകുന്നു. മഖ്റജ് നമ്പർ 15. മേലെ മുമ്പല്ലിൻ്റെ തലയും താഴെ ചുണ്ടിൻ്റെ പള്ളയും. പുറപ്പെടുന്ന അക്ഷരം ഫ. പേര് ഷഫവിയ്യ അല്ലെങ്കിൽ ഷഫഹിയ്യ. ഫ, ഫി, ഫു, ഫ, ഫി, ഫു, ഫൗ, ഫൈ, അഫ്, അഫ, അഫി, അഫു. മഖ്റജ് നമ്പർ 16. 2 ചുണ്ടുകളുടെ ഇട. പുറപ്പെടുന്ന അക്ഷരങ്ങൾ 3. 1 വാവ്, 2 ബ, 3 മീം. പേര് ഷഫവിയ്യ അല്ലെങ്കിൽ ഷഫഹിയ്യ. 1 വാവ്. വ, വി, വു, വ, വി, വു, വൗ, വൈ, ഔ, ഔവ, ഔവി, ഔവു. 2 ബ, ബ, ബി, ബു, ബ, ബി, ബു, ബൗ, ബൈ, അബ്, അബ്ബ, അബ്ബി, അബ്ബു. 3 മീം. മ, മി, മു. മ, മി, മു. മൗ, മൈ, അം, അമ്മ, അമ്മി, അമ്മു. മഖ്റജ് നമ്പർ 17. തരിമൂക്ക്. പുറപ്പെടുന്ന അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. മണിക്കുന്ന അക്ഷരങ്ങൾ അഹ്റുഫുൽ ഗുന്ന, മണിക്കലിൻ്റെ അക്ഷരങ്ങൾ ആണ് തരിമൂക്കിൽ നിന്ന് പുറപ്പെടുന്നത്. ഇവ ഏതൊക്കെയാണ്? സാക്കിനായ നൂനും തൻവീനും ഇദ്ഗാമും ബി ഗുന്ന ചെയ്യപ്പെടുന്ന അവസരത്തിൽ, അവ രണ്ടിനെയും ഇഖ്ഫ ചെയ്യപ്പെടുന്ന അവസരത്തിൽ, അതേപോലെ നൂനും മീമും ഷദ് ചെയ്യപ്പെട്ടതായി വരുമ്പോൾ, മറ്റൊന്ന് സാക്കിനായ മീമിനെ മീമിൽ തന്നെ ഇദ്ഗാം ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ സാക്കിനായ മീമിനെ ബാഇൻ്റെ അടുക്കൽ ഇഖ്ഫാ ചെയ്യപ്പെടുമ്പോൾ, ഇത്രയും അവസ്ഥകളിൽ
സാക്കിനായ നൂൻ, തൻവീൻ, മീം എന്നിവയെ ഖൈഷൂമിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമായി പരിഗണിക്കപ്പെടുന്നു. ഉദാഹരണങ്ങൾ പറയുമ്പോൾ സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും ഇഖ്ഫാ ചെയ്യപ്പെടുന്ന ഉദാഹരണം, അതിൽ 15 അക്ഷരങ്ങളാണല്ലോ ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ. അവയിൽ 10 നേർപ്പിച്ചു പറയേണ്ട അക്ഷരങ്ങളും 5 ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളാണ്, വണ്ണിച്ചു പറയേണ്ടവയാണ്. മണിച്ചു ഓതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേർപ്പിച്ചു പറയേണ്ട 10 അക്ഷരങ്ങൾക്ക് മുമ്പ് നൂൻ തെൻവീനുകളെ നേർത്ത സ്വരത്തോടെ മണിക്കുകയും വണ്ണിച്ചു പറയേണ്ട സോദ്, ലോദ്, തോ, ലോ, ഖാഫ് ഈ 5 അക്ഷരങ്ങൾക്ക് മുമ്പ് ഇഖ്ഫാ ചെയ്യുമ്പോൾ ആ ഉന്നത്തിനെ തഫ്ഖീമാക്കി വണ്ണിക്കുന്ന സ്വരം നൽകിക്കൊണ്ട് ഓതേണ്ടതുമാണ്. ആദ്യമായി നേർപ്പിച്ചു മറച്ചു മണിച്ചതിൻ്റെ ഉദാഹരണം നോക്കാം. അൻത, ഇൻസി, വൽ അൻഫ. ഇനി തഫ്ഖീമാക്കി പറയുന്ന നൂൻ തൻവീനുകളെ നോക്കാം. സോദ്, യൻസുറു, യൻസുറു. ഖാഫ്, യൻഖലിബു. ളാദ്, മൻ ളല്ല. തൻവീൻ്റെ ശേഷം ളാ വന്നത് ളില്ലൻ ളലീല. ഇനി സാക്കിനായ മീമിൻ്റെ ഉദാഹരണം നോക്കാം. സാക്കിനായ മീമിനെ ഖൈഷൂമിൽ നിന്ന് വരുന്ന മണിക്കുന്ന അവസരം, അതാണ് നമ്മൾ പറയുന്നത്. അംബി, തർമീഹിം ബി, മിൻ ബഅദി, വഹും ബി. മഖ്റജുകളും അതിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളുടെ പ്രധാനപ്പെട്ട അവസ്ഥകളുമാണ് നാം പരിശീലിച്ചത്. വളരെ പ്രാധാന്യമുള്ള ഒരു പരിശീലന രൂപമാണ് ഇത്. ഇത് നമ്മുടെ മദ്രസകളിലും ദർസുകളിലും എല്ലാം പ്രാഥമികമായ എല്ലാറ്റിൻ്റെയും ആദ്യത്തിൽ ഇത് മുദരിസ്മാരും മുഅല്ലിമീങ്ങളും ആദ്യം പരിശീലിച്ച് വിജയിക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികളിൽ ഈ ഒരു അക്ഷരശുദ്ധി അവർക്ക് പകർന്നു നൽകുകയും ചെയ്താൽ നിസ്കാരം സ്വഹീഹാവുന്നവരായി, ഫാത്തിഹ സ്വഹീഹാവുന്നവരായി, ദിക്റ് സ്വലാത്തുകൾ വളരെ നന്നായി ചൊല്ലാൻ കഴിയുന്നവരായി അവരെ മാറ്റിയെടുക്കാൻ, നമ്മെ മാറ്റാൻ നമുക്ക് സാധിക്കും. വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒറ്റക്ഷരങ്ങളുടെ ഈ രൂപത്തിലുള്ള പരിശീലനം, അറബി അക്ഷരങ്ങളുടെ, ഖുർആനിൻ്റെ അക്ഷരങ്ങളുടെ യഥാർത്ഥ ശബ്ദമേത് എന്ന് തിരിച്ചറിയാനും പരസ്പരം മാറിപ്പോവാതെ ഓരോന്നിനും അതിൻ്റേതായ മഖ്റജും സിഫാത്തുകളും നൽകി ഉച്ചരിക്കാനും സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ പഠിപ്പിക്കുന്ന ഉസ്താദ് ആദ്യമായി ഇതിൽ നല്ലൊരു ഖാരിഇൻ്റെ സാക്ഷിപത്രം അല്ലെങ്കിൽ ശരിയായിട്ടുണ്ടെന്നുള്ള ഉറപ്പ് ലഭിച്ച ആളായിരിക്കണം എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ലാസ്സുകളെല്ലാം രണ്ടു വീട്ടിലും ഫലമുള്ളതാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലാ തൻസൗനി മിൻ സാലിഹി ദുആഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.